ഹായ്. നമ്മൾ മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി പറഞ്ഞു വരികയല്ലേ. മധ്യകാല ഇന്ത്യ നമ്മൾ മുഹമ്മദ് ബിൻ ഖാസിമിനെ കുറിച്ച് പറഞ്ഞു, ഗസിനിയെ കുറിച്ച് പറഞ്ഞു, ഗോറിയെ കുറിച്ച് പറഞ്ഞു, ഗോറി പരാജയപ്പെടുത്തിയ പൃഥ്വിരാജ് ചൗഹാനെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ സെക്രട്ടേറിയറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറിനകത്ത് ചോദിക്കാവുന്നൊരു ഭാഗമാണ് മധ്യകാല ഇന്ത്യ ചരിത്രം. മെയ് 24 ആണല്ലോ നമ്മുടെ അതിൻ്റെ ആദ്യ ഭാഗം വരുന്നത് അല്ലേ. അതുപോലെ ഈ മാസം അവസാനം തന്നെ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൻ്റെ HSA സോഷ്യൽ സ്റ്റഡീസ്. അവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നന്നായി അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് മധ്യകാല ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗസിനിയെക്കുറിച്ച് പറയുമ്പോൾ ഗസിനിയോടൊപ്പം ഇന്ത്യയിലേക്ക് വന്ന രണ്ട് പണ്ഡിതന്മാരുണ്ടായിരുന്നേ. ഗസിനിയോടൊപ്പം ഇന്ത്യയിലേക്ക് വന്ന രണ്ട് പണ്ഡിതന്മാർ, ഒന്നൊരു സംസ്കൃത പണ്ഡിതനായ അറബി അൽബറൂനി, കിതാബുൽ ഹിന്ദ് എഴുതിയ അൽബറൂനി, അതുപോലെ ഷാനാമ എഴുതിയ ഫിർദൗസി, ഷാനാമ പേർഷ്യൻ ഭാഷയിൽ ഷാനാമയൊക്കെ എഴുതിയ ഫിർദൗസി. അപ്പോൾ ഇവർ രണ്ടുപേരും ഇന്ത്യയിലേക്ക് വന്നു പോയവരാണ്. അതുകൂടാതെ നമ്മൾ മധ്യകാല ഇന്ത്യ ചരിത്രം പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി പഠിക്കുന്ന ഒരു പേരുണ്ട്, സാഹിത്യകാരനെന്നും എല്ലാ തരത്തിലും പാണ്ഡിത്യമുള്ളൊരു വ്യക്തി എന്ന രീതിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു പേര്, നമ്മുടെ അബുൾ ഹസൻ. അതാരാണ് ഈ അബുൾ ഹസൻ? ലൈലാ മജ്നു എഴുതിയ ആൾ. ലൈലാ മജ്നു എഴുതിയ ആളെന്ന് പറയുമ്പോൾ നിങ്ങൾ അബുൾ ഹസൻ എന്നായിരിക്കത്തില്ല പഠിച്ചിട്ടുള്ളത്. നിങ്ങൾ പഠിച്ചിട്ടുള്ളത് അമീർ ഖുസ്രു എന്നായിരിക്കും അല്ലേ. അപ്പോൾ അമീർ ഖുസ്രുവിൻ്റെ യഥാർത്ഥ പേരാണ് അബുൾ ഹസൻ. ഇന്ത്യയുടെ തത്ത, ഉറുദു ഭാഷയുടെ പിതാവ്, അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ് ഉറുദു ഭാഷ. ക്യാമ്പ് ലാംഗ്വേജ് എന്നറിയപ്പെടുന്ന ഉറുദു ലാംഗ്വേജ്. അതുപോലെ സിത്താറിൻ്റെ പിതാവ്, തബലയുടെ പിതാവ്. സിത്താറും തബലയൊക്കെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ്. അതുപോലെ നമ്മുടെ കവാലി, എന്താ കവാലി? ഈ സൂഫികളുടെ ഭക്തിഗാനം എന്ന് പറയുന്ന കവാലി, അത് സൃഷ്ടിച്ചത് ആര് തന്നെയാണ്? അമീർ ഖുസ്രു തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള അമീർ ഖുസ്രു ആരുടെ സദസ്സിലാണ് ജീവിച്ചിരുന്നത്? അലാവുദ്ദീൻ ഖിൽജിയുടെ ആസ്ഥാന കവിയായിരുന്നു അമീർ ഖുസ്രു. അലാവുദ്ദീൻ ഖിൽജിയുടെ ആസ്ഥാന കവി. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം ബാൽബൻ്റെ സദസ്സിലുണ്ടായിരുന്നു. പിന്നെ അതിന് അലാവുദ്ദീൻ ഖിൽജിക്ക് ശേഷം ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ സദസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അമീർ ഖുസ്രു, ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്ന അമീർ ഖുസ്രു. അപ്പോൾ ഇതൊന്നും മറക്കണ്ട കേട്ടോ.